വിവാഹിതരായ സീരിയലിന്റെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് നടക്കുവാ കേട്ടോ. അപ്പം ഇനി നമ്മളെ ഭവാനിയുടെ ഗുണ്ടകളാണെങ്കിലും ഭൂമി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യത്തിലാണെങ്കിൽ നമ്മളെ അച്യുതനാണെങ്കിൽ ഉറക്കവും പോയി ഒരു ടെൻഷനുമായിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ അംബികയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, "എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇപ്പം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ആണല്ലോ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ അച്യുതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "ഞാനാണെങ്കിൽ മോളെ വിളിക്കട്ടെ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ അച്യുതൻ പറയുന്നത്, "നിനക്കെന്തിനാ എന്തിനും ഏതിനും മോളെ തന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്തിനാന്നൊക്കെ" ചോദിച്ചിട്ട് നമ്മളെ അംബികയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവളെ അച്ഛനും അമ്മയും വന്ന് അവളെ കൊണ്ടുപോയാൽ നീ എന്താ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "എൻ്റെ മോളാണെങ്കിൽ വേറൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ അംബിക ചോദിക്കുന്നുണ്ട്, "എന്താ മനുഷ്യ നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞോ? നിങ്ങൾ എന്തെങ്കിലും എന്നെ മറയ്ക്കുന്നുണ്ടോ? മോളെ അച്ഛനും അമ്മയും എവിടാന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വിഷമിക്കുന്നോണ്ട് നിങ്ങൾ പറയാതിരിക്കേണ്ട എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "എന്തായാലും ഭൂമിയുടെ സ്വന്തം അച്ഛനും അമ്മയും അല്ലല്ലോ നമ്മള്. അവളെ അച്ഛനും അമ്മയും എന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമ്മളവിടെ ഒരു സ്വാർത്ഥത കാണിക്കാൻ നമുക്ക് പാടില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മള് വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട് അവളെ സ്വന്തം അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവരും ഈ 10, 23 വർഷം കൊണ്ട് അവരും ആ ഒരു മോളെ കാണാതെ വിഷമിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവള് നമ്മളെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമുക്ക് രക്ഷപ്പെട്ടിട്ടേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അച്യുതനാണെങ്കി ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അംബിക പറയുന്നുണ്ട്, "നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അംബികയാണെങ്കിൽ ആകെ സങ്കടത്തോടെ അകത്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ അച്യുതൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവളെ അച്യുതന് നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അച്യുതനും ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ആ പാവം സത്യൻ സാറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. 23 വർഷം കൊണ്ട് മോളും ഇല്ല, ഭാര്യയും ഇല്ലാതെയൊക്കെ എത്രമാത്രം ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പെടുന്നെന്നൊക്കെയുള്ള ഒരു ചിന്തയും നമ്മളെ അച്യുതന്റെ മനസ്സിലുണ്ട് അങ്ങനെ കേട്ടോ. അച്യുതൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സ്വന്തം മോളല്ലാഞ്ഞിട്ട് പോലും അവളെ വിട്ട് പിരിയാൻ ഞങ്ങൾക്ക് ഇത്രമാത്രം സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലൊക്കെ അപ്പൊ പിന്നെ സത്യൻ സാറിന്റെയൊക്കെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയും സാറാണെങ്കിലും മോളും ഇല്ല ഭാര്യയും ഇല്ലാതാണെങ്കിൽ സാറാകെ ഇപ്പം മൊത്തത്തിൽ മദ്യത്തിന് അടിമപ്പെട്ടൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അച്യുതൻ ഇങ്ങനെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനിയെങ്കിലും സത്യൻ സാറ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മോളെ കൂടെ നിർത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചിന്തയും നമ്മളെ അച്യുതന്റെ മനസ്സിലുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അച്യുതൻ മറുസൈഡ് ചിന്തിക്കുന്ന സമയത്ത് അച്യുതൻ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ മോളെ ഞാൻ എൻ്റെ കണ്ണടയിൽ നിന്ന് വരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വാർത്ഥത നമ്മൾ അച്യുതന്റെ മനസ്സിലൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ അഞ്ജനയാട്ടോ. അപ്പം അഞ്ജനയാണെങ്കിൽ വന്ന് നമ്മളെ ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, "അവൻ ഇന്ന് എന്നെ കാണണമെന്നും പറഞ്ഞിട്ടാണെങ്കിൽ അവനിക്ക് എന്നെ റെസ്റ്റോറന്റിൽ വിളിച്ചു. അങ്ങനെ അവിടെ വെച്ചിട്ടാണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവനിക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല, എന്നെ കല്യാണം കഴിക്കാൻ അവനിക്ക് താല്പര്യമില്ലെന്നൊക്കെ അവൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്." ആ സമയത്ത് നമ്മളെ ഭവാനി ചോദിക്കുന്നുണ്ട്, "പിന്നെ ആരാ മോളെ അവനിക്ക് ഭൂമിയാണോ ഇഷ്ടമാണെന്നാണോ അവൻ പറഞ്ഞേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അവൻ പറഞ്ഞില്ല. പേരൊന്നും അവൻ പറഞ്ഞില്ല. അവനൊരു പെണ്ണിനെ ഇഷ്ടമാണ്. അവളെ അല്ലാതെ അവൻ വേറെ കല്യാണം കഴിക്കത്തില്ല. അവളെ അവനിക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റത്തുള്ളൂന്നൊക്കെയാ അവൻ പറഞ്ഞേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അഞ്ജന പറയുന്നുണ്ട്, "അമ്മ ഇനി എനിക്കാണെങ്കിൽ വാശിയായിട്ടുണ്ട്. ഇനി ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഭൂമിയല്ല ഇനി ആര് വന്നാലും ഞാൻ അവനെ വിട്ടുകൊടുക്കത്തില്ല. ഇനി ഞാൻ അവനെ ആർക്കെങ്കിലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല" എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ അഞ്ജനയാണെങ്കിലും താഴോട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. ആ സമയത്ത് നമ്മളെ അജയ് ആണെങ്കി അവിടുന്ന് വരുന്നുണ്ടേ. അങ്ങനെ അജയടുത്തുന്ന് ചോദിക്കുന്നുണ്ട്, "നീ ഇത് പറഞ്ഞത് സത്യമാണോ? എന്നെ നിനക്ക് നിന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റത്തില്ലെന്നൊക്കെ നീ പറഞ്ഞത് സത്യമാണോ?" എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അജയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ നടക്കുന്നുണ്ട്. "നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ അജയ് പറയുന്നുണ്ട്, "അഞ്ജന ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, എനിക്ക് നിന്നെ ആ ഒരു കണ്ണിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. അത് നീ എത്ര പറഞ്ഞാലും നീ എന്താ മനസ്സിലാകാത്തത്?" ചോദിക്കുന്നുണ്ട്. "ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അഞ്ജലിക്കാണെങ്കിൽ ആകെ കലി തുള്ളിയിട്ടാണെങ്കില് അഞ്ജന കേറി അകത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അജയ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, "ഇവളടുത്ത് എത്ര പറഞ്ഞാലും ഇവക്ക് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അജയ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അച്യുതനാണെങ്കില് സൗഭാഗ്യപുരത്തേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കില് നമ്മള് സത്യനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മള് സത്യനാണെങ്കില് ഭൂമിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭൂമിയാണെങ്കിൽ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ അച്യുതന്റെ അടുത്താണെങ്കില് നമ്മളെ സത്യനാണെങ്കി പറയുന്നുണ്ട്, "എൻ്റെ മോളാണെങ്കി 22 വർഷം മുമ്പ് എനിക്കും എൻ്റെ ഭാര്യയും മോളെയും നഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ." ആ സമയത്തും നമ്മളെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, "സാറാണെങ്കി അന്വേഷിച്ചിട്ടൊന്നും ഇല്ലെന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് നമ്മളെ സത്യൻ, "അന്വേഷിച്ചില്ലല്ലോ. ഞാനിനി എവിടെല്ലാം എൻ്റെ മോളെയും ഭാര്യയെയും ഞാൻ അന്വേഷിച്ചെന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അപ്പം എനിക്ക് കണ്ടു കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. ആ സമയത്ത് നമ്മളെ അച്യുതന്റെ അടുത്ത് പറയുന്നുണ്ട്, "ഇനി എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. കാര്യം എനിക്കാണെങ്കി എൻ്റെ മോളെ പ്രായത്തിലുള്ള പുള്ളേരെയൊക്കെ കാണുമ്പം എനിക്ക് എൻ്റെ മോളായിട്ട് എനിക്ക് ആ ഒരു തോന്നലൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പം അത് കണക്ക് ഭൂമിയെ കാണുമ്പോഴത്തേക്കാണെങ്കി എനിക്ക് എൻ്റെ മോളെ ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ.
അങ്ങനെ നമ്മളെ അച്യുതൻ പറയുന്നു, ഇനിയിപ്പം മോളെ ആണെങ്കി ആരെങ്കിലുമൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ സാറേ. അപ്പം അവര് സന്തോഷമായിട്ട് മോളെ വളർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ അച്യുതൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സത്യന്റെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് സത്യം പറയുന്നത് എന്ത് നല്ല കാര്യം ഒരു കൊച്ചിനെ കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അവരാണെങ്കില് ഒന്നെങ്കിൽ പോലീസിനെ അറിയിക്കുകയല്ലേ വേണ്ടേ, അല്ലെങ്കിൽ അത് എന്തെല്ലാം നിയമങ്ങളുണ്ട് അവിടെ എന്തെങ്കിലും അറിയിക്കുകയൊക്കെയല്ലേ ചെയ്യേണ്ടേ. വല്ലവരെയും മക്കളെ വളർത്തുകയാണോ വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അച്യുതൻ്റെ അടുത്താണെങ്കി സത്യനാണെങ്കി ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട് ട്ടോ. എന്തായാലും എൻ്റെ മോളെ ആരെടുത്ത് വളർത്തിയാലും ശരി തന്നെ. പക്ഷേ ഇനി എൻ്റെ കയ്യിൽ എൻ്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വളർത്തിയവരൊന്നും ഞാൻ എൻ്റെ മോളെ കാണാനോ ഒന്നിനും ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ജന്മത്ത് എൻ്റെ മോളെ കാണത്തില്ല എന്നൊക്കെ നമ്മള് സത്യം പറയുന്നുണ്ട് ട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളെ അച്യുതനാണെങ്കി ആകെ സങ്കടവും ടെൻഷനും എല്ലാം ഒക്കെ ആവുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ അച്യുതനാണെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ഒരു റോഡ് സൈഡിലൊക്കെ ഇരുന്ന് നമ്മളെ അച്യുതൻ ഇങ്ങനെ സങ്കടപ്പെടുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ അച്യുതൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മളെ അംബികയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. "എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവള് എന്നെ അല്ലാതെ വേറെ ആരെയും അച്ഛാന്ന് വിളിക്കുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല" എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ അംബികയാണെങ്കി ഇങ്ങനെ ടെൻഷനാവും. "ഇതെന്താ പറ്റി? അച്ഛേട്ടന് ഇതെന്താ പറ്റിയെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമ്മളെ അംബികയ്ക്കും ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ അജയ് തിരക്കാണെങ്കില് നമ്മളെ അഞ്ജനയാണെങ്കി പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ട് ട്ടോ. അങ്ങോട്ട് ഒരു ബൊക്കെയൊക്കെ ആയിട്ടും പിന്നെ ഒരു ലെറ്ററിൽ എന്തൊക്കെ എഴുതിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മളെ അജയ്യുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ആ ലെറ്റർ കാണുന്ന സമയത്ത് നമ്മളെ അജയ് ആണെങ്കില് ദേഷ്യം വന്നിട്ടാണെങ്കി ആ ബൊക്കെയൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പം ഈ എറിയുന്ന സമയത്താണെങ്കില് നമ്മളെ അഞ്ജന പുറത്തുനിന്ന് ആ ഒരു ബൊക്കെ എടുത്തോണ്ടൊക്കെ ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മളെ അഞ്ജനയും അജയായിട്ട് ചെറിയായിട്ട് ഒരു ഉടക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ അഞ്ജന പറയുന്നുണ്ട് ഇങ്ങനൊക്കെ വിവാഹ നിശ്ചയത്തിന് ഭൂമിയൊന്നും അവിടെ കാണത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ അജയ്ക്കാണെങ്കി ദേഷ്യം വന്നിട്ട് അജയ് പറയുന്നുണ്ട്, "ഭൂമി അവിടെ കാണും. മുത്തശ്ശിയുടെ പിന്നെ സമ്മതത്തോടെ ഞാൻ ഭൂമിയുടെ കയ്യില് ഞാൻ മോതിരം ഇടിക്കും" എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കില് നമ്മളെ അജയ് ആണെങ്കിലും അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെയുള്ള മറുപടി നമ്മളെ അഞ്ജനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മളെ അഞ്ജന ദേഷിച്ച് വീട്ടിൽ വന്നിട്ടാണെങ്കി പറയുന്നുണ്ട് നമ്മളെ ഭവാനിയടുത്ത്, "ഒരു ഭൂമി 24 മണിക്കൂർ അവനിക്കാണെങ്കി അവളെ പേര് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട്. "ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല" എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കി നമ്മളെ ഭവാനി പറയുന്നുണ്ട്, "മോളെ നീ വിഷമിക്കണ്ട. നിനക്ക് ഞാൻ നേടിത്തരും. അവൻ നിന്റേത് മാത്രമാണെന്നൊക്കെ" പറഞ്ഞിട്ടാണ് ഭവാനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതാണ് നമ്മളെ ഭവാനിയാണെങ്കി ഭൂമിയെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ നമ്മളെ സൗഭാഗ്യപുരത്തേക്ക്. എന്നിട്ട് എന്തോ കുറേ വയറും ചാർജറൊക്കെ ആയിട്ട് പോയി അടുക്കളയിലൊക്കെ പോയൊക്കെ കുത്തി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ ഭൂമിയാണെങ്കില് ഷോക്കടിപ്പിച്ച് കൊല്ലാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ആണ്. പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്, "സത്യന്റെ മകളാണ്. അവളെ ഞാൻ കൊല്ലുമെന്നൊക്കെ" പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ ഭവാനിക്ക് ഇനി മനസ്സിലായോന്നും അറിയത്തില്ല. ഭൂമിയാണ് അഞ്ജന എന്നുള്ള കാര്യം മനസ്സിലായോന്നും അറിയത്തില്ല. എന്തായാലും ആ ഒരു ഡയലോഗ് നമ്മള് ഭവാനി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കില് നമ്മളെ ഭൂമിക്കൊന്നും പറ്റത്തൊന്നുമില്ല. നേരെ ആ ഒരു ഷോക്കടിക്കുന്നത് നമ്മളെ അഞ്ജനയ്ക്ക് തന്നെ ഷോക്കടിച്ച് വീഴുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ ഭൂമിയാണെങ്കി നേരെ തിരിച്ച് വീട്ടിലോട്ട് ചെന്നിട്ടാണെങ്കില് സാറിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയുടെ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന അച്യുതനിക്ക് ഭയങ്കര ദേഷ്യം വരും. അച്യുതൻ ചോദിക്കുന്നെ, "നീ എന്തിനാ എപ്പോ നോക്കിയാലും ഒരു സൗഭാഗ്യപുരവും ഒരു മുത്തശ്ശിയും പിന്നെ സത്യം സാറിന്റെയൊക്കെ കാര്യം പറയുന്നേന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി പറഞ്ഞു, "അച്ഛന് ഇതെന്താ പറ്റിയെ? അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷിക്കുന്നേന്നൊക്കെ" പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ അച്യുതൻ പറയുന്നു, "എന്തായാലും ഞമ്മക്ക് ഇവിടുന്ന് നാട് വിട്ട് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ പറ്റത്തില്ല" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭൂമി ചോദിക്കുന്നുണ്ട്, "അതെന്തിനാ അച്ഛാ? എന്തിനാ നമ്മളിപ്പോ ഇവിടുന്ന് പോകുന്നത്? എന്തിനാ നമ്മുടെ ആവശ്യം എന്തോന്നൊക്കെ" ചോദിക്കുന്നുണ്ട് ട്ടോ. ആ സമയത്താണെങ്കില് നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "ഇല്ല ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ" എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കില് "ഞാൻ പറയുന്നത് കേട്ടാ മതി" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കില് ആകെ സങ്കടത്തോടെയൊക്കെ നിക്കുന്നുണ്ട്. പിന്നാണെങ്കില് നമ്മളെ അജയടുത്താണെങ്കില് അഞ്ജന വന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, "നിന്നെ ഞാൻ കുറ്റിയടിച്ച് ആ കുറ്റിയില് നിന്നെ ഞാൻ കെട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ കുറ്റിക്ക് ചുറ്റുമേ നീ കറങ്ങത്തുള്ളൂ" എന്നൊക്കെ പറഞ്ഞ് നമ്മള് അജയടുത്ത് വന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന അജയ്ക്കാണെങ്കി ആകെ ദേഷ്യമൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.